സെക്കൻഡ് ചാപ്റ്റർ ഓഫ് NCERT ടെക്സ്റ്റ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്. നല്ല ഒരു ചാപ്റ്ററാണ്, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒരുപാടുണ്ട്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇനി അങ്ങോട്ട് പ്രോബ്ലംസ് ചെയ്ത് ഊപ്പാട് വരാനുള്ളതാണ്, നമ്മുടെ കട്ടയം പടം മടങ്ങും. അപ്പോൾ അതെല്ലാം ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ബേസ് ഇല്ലെങ്കിൽ ബേസ് സെറ്റിൽ ആവാൻ വേണ്ടി, കറക്റ്റ് ആവാൻ വേണ്ടി ഒരു ഇൻ്റലിജൻ്റ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചാപ്റ്ററാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്. അപ്പം നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. അത് വലിയ സംഭവമൊന്നുമല്ല, സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പം അതിനകത്ത് കുറേ ടേംസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം അതിനകത്ത് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്തെന്നാണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ? മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി മെഷേർഡ് ഈസ് നോൺ ആസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. എക്സാമ്പിൾ പറയാമോ? അളന്ന് നോക്കാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റി പറയാമോ? ലെങ്ത് ഒരു അളക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയാണ്. സോ ലെങ്ത് ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഏരിയ അളക്കാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. സോ ഏരിയ ഈസ് എക്സാമ്പിൾ ഫോർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇനി ടൈം മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ടൈം ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. സോ വാട്ട് ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി? ആരും നിങ്ങൾക്ക് +1 നമ്മൾ വലിയ കുട്ടികളായി, അപ്പോൾ നമുക്ക് ആരും ഈ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാറില്ല. എങ്കിലും നമ്മൾ ആരെങ്കിലും ചോദിച്ചാൽ അറിഞ്ഞുകൂടാന്ന് പറയുന്നത് മോശമാണ്. സോ വാട്ട് ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി? പറയൂ. എ ക്വാണ്ടിറ്റി വിച്ച് ക്യാൻ ബി മെഷേർഡ് ഈസ് നോൺ ആസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. എ ക്വാണ്ടിറ്റി വിച്ച് ക്യാൻ ബി മെഷേർഡ് ഈസ് നോൺ ആസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. Then example length, area, volume, time, etc. ഓക്കെ, അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് യൂണിറ്റ് എന്താണെന്നാണ്. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഏകകം, എന്താ നമ്മൾ വേറെ എന്താണ് നമ്മുടെ മീറ്റർ, സെന്റിമീറ്റർ ഇതെല്ലാം യൂണിറ്റുകളാണ്. ആ യൂണിറ്റ് അല്ല പറയുന്നത്. ഇപ്പം അളക്കാൻ വേണ്ടിയുള്ള ഒരു സ്റ്റാൻഡേർഡ് സാധനത്തിനെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ്. ഇപ്പം 1 മീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇത്ര നീളം വരും അല്ലേ? ആ കറക്റ്റ് നീളത്തിനെ പറയുന്ന പേരാണ് 1 മീറ്റർ. അപ്പം എന്നെ സംബന്ധിച്ച് 1 മീറ്റർ അത് തന്നെ, നിങ്ങളെ സംബന്ധിച്ചും 1 മീറ്റർ അത് തന്നെ അല്ലേ? ആദ്യത്തിൻ്റെ വീട്ടിൽ വേറെ 1 മീറ്റർ ആണോ? 1 മീറ്റർ എന്ന് പറഞ്ഞാൽ ഇത്രയാണോ? അല്ല. അപ്പം എല്ലാ ആളുകൾക്കും 1 മീറ്റർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പം എല്ലാ ആളുകളും, ലോകത്തുള്ള എല്ലാ ആളുകൾക്കും 1 മീറ്റർ ഇത്ര ആ ലെങ്ത് തന്നെയാണ്. അപ്പം ലോകം മൊത്തം അംഗീകരിച്ചിരിക്കുന്ന ആ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അളവിനെ പറയുന്ന പേരാണ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് അപ്പോൾ ഒരു ക്വാണ്ടിറ്റി എനിക്ക് അളക്കണം, ഒരു ക്വാണ്ടിറ്റി എനിക്ക് മെഷർ ചെയ്യണം. മെഷർ ചെയ്യാൻ വേണ്ടി ആ ക്വാണ്ടിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് ഞാൻ കമ്പയർ ചെയ്യും. അങ്ങനെ കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡിനെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ്. മനസ്സിലായില്ല? ഇപ്പം എനിക്ക് ലെങ്ത് അളക്കണം. ലെങ്ത് അളക്കണമെങ്കിൽ എനിക്ക് ക്ലോക്ക് ഉപയോഗിച്ച് ലെങ്ത് അളക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ലെങ്തുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഞാൻ എടുക്കും. അപ്പോൾ ലെങ്തുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സ്കെയിലിൽ ഇത്രയും നീളം എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. ഈ സാധനമായിട്ട് ഞാൻ ഇപ്പം ഈ റൂമിൻ്റെ ലെങ്ത് എനിക്ക് അളക്കണം. ഈ റൂമിൽ ഈ സാധനത്തിനെ കൊണ്ടുവയ്ക്കുന്നു. എന്നിട്ട് പറയുന്നു ഈ സാധനത്തിൻ്റെ, ഈ സ്റ്റാൻഡേർഡ് സാധനത്തിൻ്റെ 5 ഇരട്ടിയാണ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നു. അപ്പോൾ 5 ഇരട്ടിയാണ് ലെങ്ത്. അപ്പോൾ 5 മീറ്റർ ഉണ്ട് ലെങ്ത് എന്നെനിക്ക് മനസ്സിലായി. അപ്പം നമ്മൾ എന്താ ചെയ്തേ? ഒരു ക്വാണ്ടിറ്റി അളക്കാൻ വേണ്ടി ലോകത്തെല്ലാവരും അംഗീകരിച്ച ഒരു സ്റ്റാൻഡേർഡ് സാധനമായിട്ട് അതിനെ കമ്പയർ ചെയ്തു. ഈ സ്റ്റാൻഡേർഡ് സാധനത്തിനെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ്. അപ്പോൾ എന്താണ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ? ഇൻ ഓർഡർ ടു മെഷർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി വി കമ്പയർ ഇറ്റ് വിത്ത് എ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ് ഓഫ് ദ സെയിം ടൈപ്പ്. സെയിം ടൈപ്പ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു. ലെങ്ത് അളക്കാൻ വേണ്ടി വാച്ച് ഉപയോഗിക്കാൻ പറ്റില്ല, ആംഗിൾ അളക്കാൻ വേണ്ടി ക്ലോക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന സാധനം വെച്ചേ കമ്പയർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് ഈസ് നോൺ ബൈ ദ നെയിം യൂണിറ്റ്. ഇൻ ഓർഡർ ടു മെഷർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി വി കമ്പയർ ഇറ്റ് വിത്ത് എ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ് ഓഫ് ദ സെയിം ടൈപ്പ്. ദിസ് സ്റ്റാൻഡേർഡ് ഈസ് നോൺ ബൈ ദ നെയിം unit. പറയൂ, what is a unit? In order to measure a physical quantity we compare it with a universally accepted standard of the same type. This standard is known as unit. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് യൂണിറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. യൂണിറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, യൂണിറ്റിന്റെ ഒരു പ്രത്യേകത പറയൂ. യൂണിറ്റിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് പറയൂ. ഇറ്റ് ഈസ് യൂണിവേഴ്സലി അക്സെപ്റ്റഡ്. എന്താണ്? യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആണ്. യൂണിവേഴ്സലി അക്സെപ്റ്റഡ്. ഇനി അടുത്തത് ഇറ്റ് മസ്റ്റ് ബി കമ്പയറബിൾ വിത്ത് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി.
നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് അതിനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന സാധനമായിരിക്കണം. പിന്നെ അടുത്തത് വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. വെൽ ഡിഫൈൻഡ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ സാധനം എന്ന് പറഞ്ഞാൽ ഇത്ര തന്നെ, എല്ലാവർക്കും അത് തന്നെ ആയിരിക്കണം, അതിന് മാറ്റം വരാൻ പറ്റില്ല. വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. പിന്നെ പെട്ടെന്ന് നമുക്ക് ഓർത്താൽ മനസ്സിലേക്ക് വരണം. അപ്പൊ ഈസിലി റീപ്രൊഡ്യൂസിബിൾ ആയിരിക്കണം. ഈസിലി റീപ്രൊഡ്യൂസിബിൾ ആയിരിക്കണം. അപ്പോൾ യൂണിറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. യൂണിറ്റിന്റെ പ്രത്യേകതകൾ പറയൂ. ലോകത്തെല്ലാവരും അംഗീകരിച്ചതായിരിക്കണം. ഇപ്പോൾ എന്താണ്, അപ്പോൾ ആദിത്യന്റെ വീട്ടില് ആദിത്യന് ഒരു തുണിക്കട തുടങ്ങി. അപ്പോൾ ആദിത്യൻ എന്ത് ചെയ്യുന്നു, തുണി അളക്കാൻ വേണ്ടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സാധനം ഉപയോഗിക്കുന്നു. ഒരു റോഡ്, ഇത്ര നീളമുള്ള 1 മീറ്റർ റോഡ് ഉപയോഗിക്കുന്നു. ശരിയല്ലേ? അപ്പോൾ അവൻ്റെ കടയിൽ കറക്റ്റ് അളവാണ് എന്നെല്ലാവർക്കും അറിയാം. അപ്പോൾ അളന്ന് കൊടുക്കുന്ന തുണിയെല്ലാം കറക്റ്റ് ആയിരിക്കും. ഇനി അതുപോലെ അഭിറാമിന്റെ വീട്ടിൽ എന്ത് ചെയ്യുന്നു, അഭിറാം എന്ത് ചെയ്യുന്നു, ഇതുപോലെ അബ്രഹാം ഒരു കട തുടങ്ങിയിട്ട് അവൻ എന്ത് ചെയ്യുന്നു, 1 മീറ്റർ എന്ന് പറഞ്ഞ ആളുകളെ പറ്റിക്കുകയാണ്. ലെങ്ത് കുറഞ്ഞ ഒരു റോഡാണ് അവൻ ഉപയോഗിക്കുന്നത്. അത് വെച്ചിട്ടാണ് തുണി അളക്കുന്നത്. അപ്പോൾ ആരാണ് വന്നത്? ശ്രീകുട്ടൻ അവിടെ വന്നു. ശ്രീകുട്ടൻ ഒരു ഷർട്ട് എടുക്കാനുള്ള തുണി വാങ്ങാനായിട്ട് കടയിൽ ചെല്ലുമ്പോഴത്തേക്ക് അളന്ന് കൊടുത്തു. ഇദ്ദേഹം അളന്ന് കൊടുത്തപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? ഷർട്ട് വാങ്ങിക്കാനുള്ള തുണി അളന്ന് എടുത്തു. അവസാനം അവൻ ജെട്ടി തയ്ക്കേണ്ടി വരും. കാരണം അത്രയ്ക്ക് കുറഞ്ഞ അളവിലുള്ള ഒരു സ്റ്റാൻഡേർഡാണ് അവൻ്റെ കടയിലിരുന്നത്. അപ്പോൾ അത് ലോകം മൊത്തം അംഗീകരിച്ച സ്റ്റാൻഡേർഡ് ആണോ? അല്ല. അത് ശ്രീകുട്ടൻ്റെ കടയിൽ, നമ്മുടെ പയ്യൻ്റെ കടയിൽ മാത്രം അംഗീകരിച്ച സ്റ്റാൻഡേർഡാണ്. ശരിയല്ലേ? അപ്പോൾ അത് വെച്ചിട്ട് ഷർട്ട് വാങ്ങിക്കാനുള്ള തുണി അളന്നാൽ ഇതുപോലെ സാധനങ്ങളൊക്കെ തയ്ക്കാൻ പറ്റൂ. അപ്പോൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ യൂണിറ്റ് എന്ന് പറയുന്നത് ലോകത്തെല്ലാവരും അംഗീകരിച്ചതായിരിക്കണം. സോ ഇറ്റ് മസ്റ്റ് ബി യൂണിവേഴ്സലി അക്സെപ്റ്റഡ്. ഇനി ഇറ്റ് മസ്റ്റ് ബി കമ്പയറബിൾ വിത്ത് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇറ്റ് മസ്റ്റ് ബി കമ്പയറബിൾ വിത്ത് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി. തേർഡ് വൺ, ഇറ്റ് മസ്റ്റ് ബി വെൽ ഡിഫൈൻഡ്. Fourth one, it must be easily reproducible. Say, what are the characteristics of a unit? First one, it must be universally accepted. Second one, it must be comparable with the physical quantity. Third one, it must be well defined. Fourth one, it must be easily reproducible. These are the characteristics of a unit. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് പല സിസ്റ്റങ്ങളെ പറ്റിയാണ്. ഇപ്പോൾ ഡിഫറെന്റ് സിസ്റ്റം നോക്കൂ. ഡിഫറെന്റ് സിസ്റ്റംസ്. അപ്പോൾ പല സിസ്റ്റങ്ങളെ പറ്റിയാണ്. അതൊക്കെ നിങ്ങൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചതാണ്. നിങ്ങൾ പഠിച്ച സിസ്റ്റങ്ങൾ പറയൂ. FPS സിസ്റ്റം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? FPS സിസ്റ്റം. FPS സിസ്റ്റത്തിൽ എഫ് എന്താണെന്നറിയാമോ? എഫ് എന്ന് പറഞ്ഞാൽ ഫുട്ടാണ്. ഫുട്ട്. ഇനി പി എന്ന് പറഞ്ഞാൽ പൗണ്ടാണ്. എസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ആണ്. അപ്പൊ FPS സിസ്റ്റം ഒരു ബ്രിട്ടീഷ് സിസ്റ്റമാണ്. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നമ്മൾ ലെങ്ത് എല്ലാം മെഷർ ചെയ്തുകൊണ്ടിരുന്നത് എന്തിലാണ്? ഫുട്ടിലാണ്. അപ്പോൾ ലെങ്തിന്റെ യൂണിറ്റ് എന്താണ്? ഫുട്ടാണ്. ഇനി മാസ് അളക്കാൻ പൗണ്ട് ഉപയോഗിച്ചു. ഇനി ടൈം അളക്കാൻ സെക്കൻഡ് ഉപയോഗിച്ചു. അപ്പൊ ഈ സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് FPS സിസ്റ്റം. പെട്ടെന്ന് നമുക്ക് അങ്ങ് പറഞ്ഞു പോവാം. അപ്പൊ FPS സിസ്റ്റം എന്ന് പറയൂ, ബ്രിട്ടീഷുകാരന്റെ സിസ്റ്റമാണ്. അതിനകത്ത് ലെങ്ത് അളക്കാൻ ഫുട്ട് ഉപയോഗിക്കുന്നു, മാസ് അളക്കാൻ പൗണ്ട് ഉപയോഗിക്കുന്നു, ടൈം അളക്കാൻ സെക്കൻഡ് ഉപയോഗിക്കുന്നു. അപ്പോൾ വാട്ട് ഡു യു നോ അബൌട്ട് FPS സിസ്റ്റം? ഇൻ FPS സിസ്റ്റം, ഫുട്ട് ഈസ് എ യൂണിറ്റ് ഓഫ് ലെങ്ത്, പൗണ്ട് ഈസ് എ യൂണിറ്റ് ഓഫ് മാസ്, സെക്കൻഡ് ഈസ് എ യൂണിറ്റ് ഓഫ് ടൈം. ഇറ്റ് ഈസ് എ ബ്രിട്ടീഷ് സിസ്റ്റം. അടുത്ത് നമ്മൾ പറയുന്നത് CGS സിസ്റ്റമാണ്. CGS സിസ്റ്റം എന്താണ്? CGS സിസ്റ്റം ഇതിൽ ഓരോന്നും നിങ്ങൾക്ക് അറിയാം. C ഫോർ സെന്റിമീറ്റർ. അപ്പോൾ സെന്റിമീറ്റർ. അടുത്ത G ഫോർ ഗ്രാം ആൻഡ് S ഫോർ സെക്കൻഡ്. അപ്പോൾ CGS സിസ്റ്റം നമ്മുടെ ഒരു ഫ്രഞ്ച് സിസ്റ്റമാണ്. അപ്പോൾ ഒരു ഫ്രഞ്ച് സിസ്റ്റമാണ്. ഈ ഫ്രഞ്ച് സിസ്റ്റത്തിൽ സെന്റിമീറ്റർ ആണ് ലെങ്ത് അളക്കാൻ ഉപയോഗിക്കുന്നത്, മാസ് അളക്കാൻ ഉപയോഗിക്കുന്നത് ഗ്രാം ആണ്, ടൈം അളക്കാൻ സെക്കൻഡ് ഉപയോഗിക്കുന്നു. അപ്പോൾ വാട്ട് ഡു യു നോ അബൌട്ട് CGS സിസ്റ്റം? പറയൂ. ഇൻ CGS സിസ്റ്റം, ലെങ്ത് ഈസ് മെഷേർഡ് ഇൻ സെന്റിമീറ്റർ, മാസ് ഈസ് മെഷേർഡ് ഇൻ ഗ്രാം, ടൈം ഈസ് മെഷേർഡ് ഇൻ സെക്കൻഡ്. ഇറ്റ് ഈസ് എ ഫ്രഞ്ച് സിസ്റ്റം. ഇനി അടുത്ത സിസ്റ്റമാണ് MKS സിസ്റ്റം. ഏതാണ്? MKS സിസ്റ്റം. എന്താണ് ഇതിന്റെ ഫുൾ പേരെന്ന് പറയാമോ? M ഫോർ മീറ്റർ. അപ്പൊ മീറ്റർ. അടുത്ത K ഫോർ കിലോഗ്രാം ആൻഡ് S ഫോർ സെക്കൻഡ്. അപ്പോ ഇതും ഫ്രഞ്ചുകാരുടെ അനദർ ഫ്രഞ്ച് സിസ്റ്റമാണ്. അപ്പൊ ഈ ഫ്രഞ്ചുകാർ കൊണ്ടുവന്ന സിസ്റ്റം തന്നെയാണ്. അതിനകത്ത് ലെങ്ത് അളക്കുന്നത് മീറ്ററിലാണ്, ഇനി മാസ് അളക്കുന്നത് കിലോഗ്രാമിലാണ്, ടൈം അളക്കുന്നത് എന്തിലാണ്? സെക്കൻഡിലാണ്. അപ്പോൾ എത്ര സിസ്റ്റം ആയി? 3 സിസ്റ്റം ആയി. സോ വാട്ട് ഡു യു നോ അബൌട്ട് MKS സിസ്റ്റം?
In MKS system, length is measured in meter, mass is measured in kilogram, time is measured in second. ഇങ്ങനെ ഡിഫറെന്റ് സിസ്റ്റങ്ങളെല്ലാം ഉപയോഗിച്ചപ്പോൾ ആളുകൾക്ക് പല കൺഫ്യൂഷൻസ് ഉണ്ടായി. അങ്ങനെയാണ് നമ്മളൊരു പുതിയ സിസ്റ്റത്തിലേക്ക് പോയത്. ആ സിസ്റ്റത്തിന്റെ പേരാണ് SI സിസ്റ്റം. എന്താണ് പേര്? SI സിസ്റ്റം. അപ്പോൾ SI സിസ്റ്റം എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഇന്റർനാഷണൽ എന്നാണ്. എന്താണ് സിസ്റ്റത്തിന്റെ പേര്? സിസ്റ്റം ഇന്റർനാഷണൽ. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് ഈ ബോർഡിൽ കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ചോദിച്ചിട്ട് അതിലേക്ക് വരാം. നിങ്ങൾ ഓരോന്നായിട്ട് പറയുക. വാട്ട് ഡു യു നോ അബൌട്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി? Quantity which can be measured is known as a physical quantity. Example, length, area, volume, time, ഇതെല്ലാം physical quantities ആണ്. Then what is unit? In order to measure a physical quantity, we compare it with a universally accepted standard of the same type. This standard is called unit. Then what are the characteristics of a unit? Say, what are the characteristics of a unit? First one, it must be universally accepted. It must be universally accepted. Second one, it must be comparable with the physical quantity. It must be comparable with the physical quantity. It must be well defined and it must be easily reproducible. Easily reproducible എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റണം. Then about different systems. At different times we were using different systems. Then FPS system. So what do you know about FPS system? FPS system is a British system in which length is measured in foot, mass is measured in pound, time is measured in second. Then what about the CGS system? It is a French system. Here length is measured in centimeter, mass is measured in gram, time is measured in second. Then next another French system is MKS system. Here M for meter, K for kilogram, S for second. So length is measured in meter, mass is measured in kilogram, time is measured in second. Then next SI system. Different systems created confusion among people, so they thought of a common system that is called SI system, System International. Now we are discussing about SI system. Okay, let's discuss about SI system. In SI system, there are 7 fundamental quantities. How many fundamental quantities are there? 7. So there are 7 fundamental quantities. And each quantity will have a unit also. So there will be 7 fundamental units also. So fundamental units. Listen. See, the quantities are, first quantity length, second quantity mass, next is time, next is temperature, next is electric current, next quantity is luminous intensity, and the last one is amount of substance. So these are the fundamental quantities in SI system. What are the fundamental quantities in SI system? Length, mass, time, temperature, electric current, luminous intensity, amount of substance. So length, the unit of length is meter. Length in the unit ഏതാണ്? Meter. Then second quantity mass. The unit of mass is what? Kilogram. Then third quantity, what is it? Time. The SI unit of time is second. Then fourth, temperature. The SI unit of temperature is Kelvin. What is it? Kelvin. Then next one is electric current. The SI unit of electric current is ampere. Then next is luminous intensity. You think of light intensity. So luminous intensity, its SI unit is candela, represented as CD. Then amount of substance, the unit is SI unit is mole. Okay, so these are the fundamental quantities and their units in SI. Tell me, what are the fundamental quantities?
length, mass, time, temperature, electric current, luminous intensity, amount of substance. Once again, length, mass, time, temperature, electric current, luminous intensity, amount of substance. Now tell me the units. What is a unit of length? SI unit of length, meter. Mass, kilogram. Time, second. Temperature, Kelvin. Electric current, ampere. Luminous intensity, candela. Amount of substance, mole. So that's all about which system? SI system. So in SI system, how many fundamental quantities are there? 7. Then in addition to this, 2 supplementary quantities were accepted. The supplementary quantities accepted are supplementary quantities are first one, plane angle. Plane angle. Second is solid angle. What is it? Solid angle. Plane angle means this is a plane. This body is a plane. Your paper is a plane. So പ്ലെയിനിൽ വരയ്ക്കുന്ന ആംഗിളിനെ നമുക്കറിയാം, നമ്മൾ സാധാരണ വരയ്ക്കുന്ന ആംഗിളിനെ പറയുന്ന പേരാണ് പ്ലെയിൻ ആംഗിൾ. പ്ലെയിൻ ആംഗിളിനെ ഒരു സപ്ലിമെന്ററി ക്വാണ്ടിറ്റി ആയിട്ട് ഏത് സിസ്റ്റം അംഗീകരിച്ചു? SI സിസ്റ്റം. പ്ലെയിൻ ആംഗിൾ മെഷർ ചെയ്യുന്ന യൂണിറ്റ്, നിങ്ങൾ ആംഗിൾ അളന്ന ഏതിലാണ്? ഡിഗ്രിയിലല്ലേ? അപ്പൊ ആംഗിളിന്റെ SI യൂണിറ്റ് ഡിഗ്രി അല്ല, റേഡിയൻ ആണ്. എന്താണ്? റേഡിയൻ. നമ്മൾ RAD എന്ന് റെപ്രസെന്റ് ചെയ്യും, RAD. ഓക്കെ. ദെൻ അടുത്തത് സോളിഡ് ആംഗിൾ. നമ്മളിപ്പോ കോൺ ഐസ്ക്രീം കുടിക്കുന്നു അല്ലേ? അപ്പൊ അതിന്റെ കോണിന്റെ മൂട്ടിൽ, അപ്പെക്സിൽ ഷാർപ്പായിട്ടിരിക്കുന്ന സ്ഥലത്ത് അകത്തൊരു കട്ടയ്ക്കൊരു ആംഗിൾ ഉണ്ട്. ആംഗിളിനെ നമുക്ക് കട്ടയ്ക്കുള്ള ആംഗിൾ സോളിഡ് ആംഗിൾ എന്ന് പറയാം. അപ്പൊ സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് സ്റ്റെറേഡിയൻ ആണ്. ഏതാണ്? സ്റ്റെറേഡിയൻ. ഇപ്പൊ സ്റ്റെറേഡിയൻ. ഓക്കെ. ഇപ്പൊ SR എന്ന് റെപ്രസെന്റ് ചെയ്യും, സ്റ്റെറേഡിയൻ. കുഴപ്പമില്ലല്ലോ. അപ്പോ വാട്ട് ആർ ദ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് ഇൻ SI? ടെൽ മീ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ലെങ്ത്, മാസ്, ടൈം, temperature, electric current, luminous intensity, amount of substance. അടുത്ത, what are the supplementary quantities? Plane angle and solid angle. What is the SI unit of plane angle? Radian. What is the SI unit of solid angle? Steradian. Okay, that's all about a system, SI system.